ഞാനിപ്പോൾ വന്നിട്ടുള്ളത് പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലാണ്. ഇവിടെ വരാനുള്ള കാരണം ഇന്ന് ഇവിടെ പാലക്കാട് നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥിയായ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഇന്ന് പാലക്കാട് ബസ് സ്റ്റേഡിയം സ്റ്റാൻഡിൽ വരികയാണ്. ഇവിടെ വരാനുള്ള കാര്യം മറ്റൊന്നല്ല, ഇലക്ഷന് ഈ വരുന്ന തിരഞ്ഞെടുപ്പിന് കെട്ടിവെക്കേണ്ട പൈസ ഇവിടുത്തെ ഓട്ടോ തൊഴിലാളികൾ കൊടുക്കാം എന്ന് പറഞ്ഞതനുസരിച്ച് അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് അവരിവിടെ എത്തിയിട്ടുള്ളത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇവിടെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടാതെ മാധ്യമങ്ങളോടും അവർ സംസാരിക്കുന്ന ദൃശ്യങ്ങളും മാധ്യമങ്ങളോടും അവർ സംസാരിക്കുന്ന ദൃശ്യങ്ങളും കൂടി ഇത് എൻ്റെ പ്രിയ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലാണ്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ദൃശ്യം കൂടിയാണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാമനിർദ്ദേശ പത്രികയോടൊപ്പം കെട്ടിവെക്കാനുള്ള സാധാരണക്കാരായിട്ടുള്ള പ്രിയപ്പെട്ട ഓട്ടോറിക്ഷ ഓടിക്കുന്ന സഹോദരന്മാരിൽ നിന്ന് സമാഹരിക്കുന്നതിന് ആവശ്യപ്പോൾ തന്നെ പാലക്കാട് നഗരത്തിലെ 20ഓളം വരുന്ന ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് നൂറുകണക്കിന് സമാഹരിച്ചുകൊണ്ട് ഈ പരിപാടി വേദിയിൽ സന്നിഹിതരായിട്ടുള്ള നമ്മുടെ സ്ഥാനാർത്ഥിയുടെ ഇതിനോടൊപ്പം എല്ലാ സ്ഥലങ്ങളിലും യാത്ര ചെയ്യുകയും പ്രവർത്തനത്തെ കോർഡിനേഷൻ നടത്തുകയും ചെയ്യുന്ന പ്രമീള ചന്ദ്രൻ, നമ്മുടെ പ്രിയപ്പെട്ട ചേച്ചി, അതുപോലെ നിയോജകമണ്ഡലത്തിൻ്റെ അധ്യക്ഷൻ ശ്രീമാൻ ശശി, ശ്രീമിലൻ, മീനാക്ഷി, മെമ്പർമാരായിട്ടുള്ള പലരെയും ഞാനിവിടെ കണ്ടു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സംഘത്തിൻ്റെയും അതുപോലെ തന്നെ BJPയുടെയും ഒക്കെ കാര്യകർത്താക്കന്മാർ, BMSൻ്റെയും ഒക്കെ കാര്യകർത്താക്കന്മാരായിട്ടുള്ള സഹോദരന്മാർ, മാധ്യമ സുഹൃത്തുക്കളെ അവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. എല്ലാ തവണയും പാലക്കാടിൽ സ്ഥാനാർത്ഥികൾക്ക് കെട്ടിവെക്കാനുള്ള തുക നൽകുന്നത് പച്ചക്കറി മാർക്കറ്റിലുള്ള സഹോദരന്മാരായിരുന്നു. അപ്പോൾ അവരുടെ വിഹിതം തരുന്നുണ്ട്. എന്നാൽ അവരതൊരു നല്ല സമയം നോക്കിയിട്ട് നാളെ നോമിനേഷന് പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് അവർ തരാനായിട്ട് തയ്യാറായിരുന്നു. അപ്പോൾ ഞാനിവിടെ പ്രസംഗത്തിന് വേണ്ടി വന്ന സമയത്ത് പറഞ്ഞതാണ്, അപ്പോൾ നമ്മുടെ ഓട്ടോറിക്ഷ സഹോദരന്മാരൊക്കെ എവിടെയാണ്, അവരെ ഒന്ന് പരിചയപ്പെടണം എന്ന് പറഞ്ഞ സമയത്താണ് ഇപ്പോൾ ഇങ്ങനെ ഇവരും ഈ തെരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള ഒരു തുക നൽകാം എന്നുള്ള ഒരു സ്നേഹവും അതുപോലെ തന്നെ ആഗ്രഹവും അറിയിച്ചത്. അതിന് തീർച്ചയായിട്ടും കടപ്പാടുണ്ടാവും. നമുക്ക് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള മുഴുവൻ ആളുകളെയും ഹൃദയത്തിൽ ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ നാടിൻ്റെ വികസനത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് 100% ആ ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ പുലർത്തും. ഇപ്പോൾ ഇവിടെ തന്നെ ISROയിലെ ഒരു അതിപ്രഗത്ഭനായിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റ്, ശാസ്ത്രജ്ഞൻ, അദ്ദേഹം കഴിഞ്ഞ എത്രയോ ദിവസമായിട്ട് നമ്മുടെ കൂടെ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് പാലക്കാടിൽ എങ്ങനെയാണ് കുടിവെള്ളത്തിൻ്റെ സ്രോതസ് ഉയർത്തേണ്ടത്, ജലസ്രോതസ്സിനെ എങ്ങനെ പാലക്കാട് ഉയർത്താൻ സാധിക്കും. കുടിവെള്ളം കിട്ടാത്ത ഒരു ഗ്രാമം പോലും പാലക്കാട് ഉണ്ടാകാൻ പാടില്ല. ഏറ്റവും വലിയ വികസിത സിറ്റിയായിട്ട് നമുക്ക് പാലക്കാട് നിയോജക മണ്ഡലത്തെ മാറ്റാൻ സാധിക്കണം എന്ന് തുടങ്ങി ആളുകളുടെ ജീവിത നിലവാരത്തെക്കുറിച്ച്, ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളെക്കുറിച്ചൊക്കെ വലിയ പൊസിഷനിൽ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യുന്ന ആളുകൾ വന്ന് അവർ ഓരോ വ്യക്തിയെയും നേരിട്ട് കണ്ടുകൊണ്ട് കഴിഞ്ഞ 1.5 മാസക്കാലമായിട്ട് പാലക്കാടിൻ്റെ വികസന പ്രക്രിയയിൽ അവർ സൈലൻ്റായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കൂട്ടം ചെറുപ്പക്കാർ IITയിൽ നിന്നും IIM നിന്നുമൊക്കെ വന്ന് വിവിധ സ്ഥലങ്ങളിൽ അവർ തന്നെ അവരുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് അവർ താമസിക്കുന്നു, അവർ ഭക്ഷണം കഴിക്കുന്നു, അവരിവിടുത്തെ ജനങ്ങളുമായിട്ട് ഇവിടെ കണ്ണാടിയിലും പിരായിരിയിലും മാത്തൂരിലുമൊക്കെ അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ പാലക്കാടിനെ വികസനത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ഏറ്റവും വലിയ സ്വപ്നത്തെ അതിനെ വാക്കാക്കി മാറ്റാൻ വേണ്ടി ഞാനും നിങ്ങളും നമ്മളെല്ലാവരും പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് ആളുകൾ, മറ്റ് പ്രദേശത്തു നിന്നുള്ള ആളുകൾ, സംഘടനയെ സ്നേഹിക്കുന്നവർ, ഭാരതീയ ജനതാ പാർട്ടിയെ സ്നേഹിക്കുന്നവർ ഇവിടേക്ക് കടന്നു വരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. അപ്പോൾ എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നതോടൊപ്പം എനിക്ക് ബുദ്ധിമുട്ടിനെ കുറിച്ച് അറിയാം.
ഓരോരുത്തരുടെയും മനസ്സെനിക്കറിയാം. ഞാൻ എത്രയോ തവണ ഇവിടെയൊക്കെ ഓരോരുത്തരെയും കണ്ട് ഒറ്റയ്ക്കും അതുപോലെ തന്നെ കൂട്ടായും ഒക്കെ സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ നാടിനെ മാറ്റണം. അതിന് നമ്മുടെ സംഘടനാ ദൃഷ്ടിയിൽ കണ്ണാടി, പിരായിരി, മാത്തൂർ ഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് വിജീഷാണ്. ഈ പ്രദേശത്ത് നമ്മുടെ ശശിയാണ് ഈ പ്രവർത്തനങ്ങൾക്ക് മണ്ഡലത്തിൽ സംഘടനാപരമായിട്ട് നേതൃത്വം നൽകുന്നത്. എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിന് ശ്രീ സ്മിതേഷും അതുപോലെ തന്നെ പ്രമിള ചേച്ചിയും ഉൾപ്പെടെയുള്ള ആളുകൾ അഹോരാത്രം പ്രവർത്തിക്കുന്നത്. എന്നാൽ നമ്മൾ കാണാത്ത നമ്മുടെ മാതൃ സംഘടനയുടെ ശക്തി എന്ന് പറയുന്നത് ഓരോ ഗ്രാമങ്ങളിലും അവർ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വലിയ ഒരു പ്രവർത്തനം നമ്മുടെ നാട്ടിൽ നടക്കുന്നു എന്നുള്ളത് സന്തോഷത്തോടു കൂടി നോക്കിക്കണ്ടുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ചേട്ടൻ ഇച്ചിരി ഒന്ന് ഫ്രണ്ടിലേക്ക് ഇറങ്ങി. ചേട്ടൻ നിങ്ങളൊന്ന് ചേട്ടൻ നിങ്ങൾ ഇച്ചിരി ബാക്ക് ആ തുക കൈമാറുന്നത് പ്രിയപ്പെട്ട ബാബുവേട്ടനാണ്. നമ്മുടെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ബാബുവേട്ടനെ ചേട്ടൻ നിങ്ങൾ ഇച്ചിരി പുറകോട്ട് നിങ്ങൾ പുറകോട്ട് നല്ല കാണുന്നുള്ളൂ ഇല്ലേ? കാണത്തില്ല. ആ യെസ്, എല്ലാവർക്കും വൈഡായി കുറച്ച് ബാക്കോട്ട് ഇറങ്ങി കിട്ടുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് എല്ലാവരും കൂടി ഞാനെടുക്കണ ഒരു സീനിയറായിട്ടുള്ള ആൾക്കാരെ കുറച്ചുകൂടി അറിയാം. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ വി ഡി സതീശൻ സമ്മതിച്ചു കഴിഞ്ഞു പാലക്കാട് BJP സ്ഥാനാർത്ഥിയാണ് വിജയിക്കാൻ പോകുന്നത് എന്ന്. അപ്പോൾ അതിൻ്റെ വെപ്രാളവും അതിൻ്റെ ആശങ്കയും ചേർന്നുകൊണ്ട് മുൻകൂർ ജാമ്യമെടുത്തിരിക്കുകയാണ് ശ്രീമാൻ വി ഡി സതീശൻ. ഇവിടെ എത്രയോ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുണ്ട്, പ്രജ്ഞരായിട്ടുള്ള കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പുണ്ട്. അപ്പോൾ ഇവിടെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിനുള്ള സാധ്യത പോലും കൊടുക്കാൻ സാധിക്കാതെ പൊതുപ്രവർത്തന രംഗത്തോ നാട്ടിൽ ജനസേവനത്തിനോ വേണ്ടി 1 മണിക്കൂർ പോലും ജീവിതത്തിൽ സ്പെൻഡ് ചെയ്യാത്ത ഒരു വ്യക്തിക്ക് UDFൻ്റെ ടിക്കറ്റ് കൊടുത്തത് ആരുടെ കുറ്റമാണ്? ഭാരതീയ ജനതാ പാർട്ടിയുടെ കുഴപ്പമാണ്. അപ്പോൾ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ BJP NDA ചർച്ച ചെയ്യുന്നത് വികസനമാണ്. കേരളത്തിൽ ശ്രീമാൻ നരേന്ദ്രമോദിജി പറയുന്നത് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയമെന്ന് പറയുന്നത് സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് എന്നുള്ളതാണ്. ഈ പോയിന്റിനെ മുന്നിൽ വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുകയും തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ഓരോ വർഷവും ജനങ്ങൾക്കിടയിലേക്ക് എത്രയോ വലിയ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദി അദ്ദേഹം കേരളത്തിൽ വന്ന് പറഞ്ഞത് ജനങ്ങളെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട്. ഈ പാലക്കാട് നിയോജകമണ്ഡലത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ പാലക്കാട് നിയോജകമണ്ഡലത്തിൽ 70 വർഷം ലാപ്സാക്കി കളഞ്ഞു. ജനങ്ങൾ സഹിക്കുമോ? ജനങ്ങൾ പൊറുക്കുമോ? കാരണം മാറി മാറി കോൺഗ്രസും അതുപോലെ തന്നെ കുറഞ്ഞ വർഷമെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടിയും അധികാരത്തിലിരുന്ന് MLA സീറ്റിലിരുന്ന ഒരു മണ്ഡലത്തിൽ കുടിക്കാൻ ഇപ്പോഴും കുടിവെള്ളമില്ല, യാത്ര ചെയ്യാൻ നല്ല റോഡുകളില്ല, പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന കേരളത്തിലെ നമ്പർ 2 അതായത് ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ കഴിഞ്ഞാൽ 1ാം സ്ഥാനം കഴിഞ്ഞാൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന മോഹൻ സ്കൂള് കഴിഞ്ഞ MLA പറഞ്ഞു ഞാനിത് ഡിജിറ്റലൈസേഷൻ ചെയ്തു തരും.
ഒറ്റ മാസം കൊണ്ട്. ഇപ്പം എവിടെ എത്തി? അതായത് ഒരു വികസന പ്രവർത്തനങ്ങളും നടത്താൻ സാധിക്കാതെ, എന്നാൽ പാലക്കാട് മുനിസിപ്പാലിറ്റി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വികസനം നാട്ടിൽ നടന്നിട്ടുണ്ട് എന്നുള്ള ബോധ്യവും ആ കണക്കും മുനിസിപ്പാലിറ്റി ജനങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഒരു സമയത്ത് ഞങ്ങൾ പറയുന്നത് മാത്തൂരിലെയും പിരായിരിയിലെയും കണ്ണാടിയിലെയും ജനങ്ങളുടെ അവരുടെ ആവശ്യങ്ങൾ കൂടി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ നിയോജക മണ്ഡലത്തിന് ജനങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു MLA വേണം എന്നുള്ളതാണ്. അത് ശ്രീമാൻ VD സതീശൻ പറഞ്ഞതുപോലെ ഇവിടെ സംഭവിക്കാൻ സാധ്യതയുള്ളത് ഇങ്ങനെയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ താമര ചിഹ്നത്തിൽ നിൽക്കുന്ന അവരുടെ പാലക്കാട്ടുകാരുടെ ശോഭയ്ക്ക് കോൺഗ്രസും വോട്ട് ചെയ്യും, മാർക്സിസ്റ്റ് പാർട്ടിക്കാരും വോട്ട് ചെയ്യും എന്നുള്ള ഒരു സാഹചര്യം പാലക്കാട് നിയോജകമണ്ഡലത്തിനകത്തുണ്ട്. അപ്പോൾ അതൊരു പക്ഷേ ഇപ്പോൾ സ്വാഭാവികമായിട്ട് BJPയിലേക്ക് പോകാത്ത കോൺഗ്രസിലേക്ക് പോകുന്ന വോട്ടുകൾ പിടിക്കാൻ വേണ്ടിയാണെന്നുള്ളതാണ് ആരോപണം. അതിനൊരു കഴമ്പില്ല അദ്ദേഹം പറയുന്നത് നേരിട്ട് അല്ല. ഞാൻ നോക്കൂ, ഒരു സ്ഥാനാർത്ഥിയെയും, അതായത് ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ സെലക്ട് ചെയ്യുമ്പോൾ ആ സ്ഥാനാർത്ഥിക്ക് കഴിവ് കുറവാണെന്നും കഴിവ് കൂടുതലാണ് എന്നുള്ളതല്ല ചർച്ച എന്താണ്? ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ മർമ്മമായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഈ നാട്ടിൽ ജനങ്ങൾക്ക് വേണ്ടി സേവനം നടത്തിയിട്ടുള്ള, പൊതുപ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരാൾക്ക് ടിക്കറ്റ് കൊടുക്കാൻ സാധിച്ചില്ല. ഇത് കോൺഗ്രസിനും അത് തന്നെയാണ് സംഭവിച്ചത്. ഈ ഒരു കാര്യത്തെ നോക്കിക്കാണുന്ന പാലക്കാട് നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരുടെ മുന്നിൽ പറയാൻ ഉത്തരങ്ങളില്ലാതെ, അവർ ഉന്നയിക്കുന്ന ആശങ്കകൾക്ക് മറുപടി പറയാൻ സാധിക്കാതെ ശ്രീമാൻ VD സതീശൻ തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറുന്ന ഒരു കാഴ്ചയും മുൻകൂർ ജാമ്യമെടുക്കുന്ന ഒരു കാഴ്ചയും ഇവിടെ കണ്ടു. ഇതിന് രണ്ടു കൂട്ടരും ഉത്തരവാദികളാണ്. LDFും UDFും ഉത്തരവാദികളാണ് എന്നുള്ളതാണ്. ഞാൻ ഇതിനു മുൻപ് പാലക്കാട് മത്സരിച്ചിട്ടുണ്ട്. 2016 ഞാൻ ഇവിടെ മത്സരിച്ച സമയത്താണെങ്കിലും എത്രയോ വർഷം മുമ്പ് പൊന്നാനി നിയോജകമണ്ഡലത്തിൽ ഞാൻ മത്സരിച്ചപ്പോൾ സാധാരണ മത്സരിക്കുന്ന സ്ഥലത്തെല്ലാം പ്രഗത്ഭന്മാരായിട്ടുള്ള ആളുകളെയാണ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിർത്താറ്. അപ്പോൾ അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന ആളുകളെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതിൻ്റെ ചുമതല ആർക്കാണ്? മത്സരിപ്പിക്കേണ്ടതിൻ്റെ ചുമതല ആർക്കാണ്? ഭാരതീയ ജനതാ പാർട്ടിക്കാണോ? ഞങ്ങൾ പറയുന്നത് എന്താണ്? ഞാൻ ഇവിടെ പാലക്കാട് സംസാരിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ ഭാരതീയ ജനതാ പാർട്ടിയുടെയും സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെയും ജനങ്ങളുടെയും മാത്രം സ്ഥാനാർത്ഥിയല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇവിടുത്തെ നല്ല അധ്വാനശീലമുള്ള, നാട് നന്നാകണം എന്നാഗ്രഹിക്കുന്ന, കേരള നിയമസഭയിൽ പാലക്കാടിൻ്റെ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യണം എന്നാഗ്രഹിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരുടെയും കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നവരുടെയും പ്രതീക്ഷയാണ് ശോഭ എന്ന് ഞാൻ വെറുതെ പറയുന്നതല്ല. ഓരോ സ്ഥലത്തും യാത്ര ചെയ്യുന്ന സമയത്ത് എനിക്ക് അത് ദൃശ്യമാവുകയാണ്. ഈ നോമിനേഷൻ കൊടുക്കും മുമ്പ് തന്നെ കോൺഗ്രസ് തോൽവി സമ്മതിച്ചു എന്നാണോ? അതൊക്കെ എന്നേക്കാൾ ഈ കാര്യങ്ങളിൽ വൈദഗ്ധ്യമുള്ള, എങ്ങനെയൊക്കെ ഈ കാര്യങ്ങൾ ക്രിയേഷൻ ചെയ്യണം എന്നറിയാവുന്ന ആളുകളാണ് മാധ്യമ സുഹൃത്തുക്കൾ എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങളിവിടെ കുറേ നാളായല്ലോ ഇപ്പോൾ യാത്രകൾ തുടങ്ങിയിട്ട്. ഒരു കാര്യം ഉറപ്പാണ്, പാലക്കാട് കയ്യിൽ നിന്ന് പോയി, അത് BJP പിടിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് ജനങ്ങളാണ് തീരുമാനമെടുത്തത്. ആ തീരുമാനത്തിൻ്റെ സ്പന്ദനം പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്നും ഉയർന്നു വരുമ്പോൾ ഭയപ്പെട്ടുകൊണ്ട് ചില സ്റ്റേറ്റ്മെൻറ്റുകൾ ശ്രീമാൻ VD സതീശൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ.